ശ്രീകുമാർ, ഇതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അന്നൊക്കെ ചെയ്തിരുന്നതാണ് എന്നാണ് ശ്രീ ജയേന്ദ്രൻ പറഞ്ഞത്. അതിനോടാണ് ഇപ്പോൾ ശ്രീ എ സജീവനും ശ്രീ എൻ പി ചെക്കുട്ടിയും പ്രതികരിച്ചത്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തിരുന്നു, അതിൻ്റെ ഒരു ലാഘവത്വം അതൊരു പ്രശ്നമല്ലായിരുന്നു എന്ന മട്ടിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അന്ന് നിങ്ങൾ വോട്ട് ചെയ്തില്ലല്ലോ എന്ന് NGO യൂണിയനോട് സംസാരിക്കുമ്പോൾ നടത്തിയ ഒരു പ്രതികരണമാണത്. അപ്പോൾ അതിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഇപ്പോഴും കള്ള വോട്ട് ചെയ്യുന്നു, CPM എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നിപ്പോൾ കോൺഗ്രസ് പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞു എന്നതിനപ്പുറം തെളിവുകൾ കിട്ടുകയില്ല. ഇപ്പോൾ 2 തരം അന്വേഷണം ഇപ്പോൾ തഹസീൽദാർ മൊഴിയെടുത്തിരിക്കുന്നു. അതിന്മേലുള്ള നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വശത്ത് നടത്തും, അപ്പുറത്ത് പോലീസ് അന്വേഷിക്കുകയും ചെയ്യും. എവിടെ നിന്ന് എന്ത് തെളിവ് കണ്ടെത്തുമെന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. നമുക്ക് സ്മൃതി, എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അക്കാലത്ത് പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം ചില കള്ളവോട്ടുകളൊക്കെ ചിലടത്ത് പിടിക്കാറുണ്ട്. അത് മറ്റേ എല്ലാ പാർട്ടികളിലും പെട്ടവരൊക്കെ ചിലപ്പോൾ പെട്ട് കാണും. പക്ഷെ പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് എന്തായാലും കോൺഗ്രസ് ഈ പരിപാടിക്ക് പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് ഈ പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ CPM പറയുന്ന ചില സ്ഥലങ്ങളിലൊക്കെ എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ തീരുമാനിക്കാവുന്നതായിരുന്നില്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് ഈ പാർട്ടി ഇതിപ്പോ പ്രശ്നം വരാൻ പോകുന്ന CPM-ന്റെ ഇപ്പൊ നമ്മൾ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിന്റെ കാര്യം ഇപ്പൊ വലിയ ചർച്ചയായിട്ട് വരികയാണല്ലോ. അവിടെ ജയേന്ദ്രന്റെ പാർട്ടി അവിടെ ഇപ്പൊ ഇന്ന് കാണിച്ചുകൂട്ടിയ എന്താണ്, ഇന്നലെയൊക്കെ ആയിട്ട് കാണിച്ചുകൂട്ടുന്നത് എന്താണ്? അവിടെ 10-13 പഞ്ചായത്ത് വാർഡുകളുണ്ട്. അതിൽ ഒരു വാർഡ് ഇപ്പൊ കോൺഗ്രസിനുണ്ട്. ഇത്രയും കാലം വർഷങ്ങളോളം അവിടെ കോൺഗ്രസിന് വാർഡ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുമ്പോൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളെന്ന് അവർ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ശ്രീ സുധാകരന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് എങ്ങനെ ഈ പാർട്ടിയെ ബാധിക്കും എന്നുള്ളതൊക്കെ ശ്രീ സജീവനടക്കം ആശങ്ക വരണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതായത് പാർട്ടി പ്രതിസന്ധിയിലാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സുധാകരനെ പോലുള്ള നേതാവ് പറഞ്ഞുകൊണ്ടാണ്. നേരെ മറിച്ച് ഇപ്പൊ പാർട്ടി സെക്രട്ടറി പറയുന്നതിനെക്കാട്ടും മുഖ്യമന്ത്രി പറയുന്നതിനെക്കാട്ടിലും സുധാകരൻ പറയുന്നവരുടെ പാർട്ടിയുടെ വോട്ടർമാരും അനുഭാവികളും വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട്. സുധാകരൻ കിഫ്ബിയെ കുറിച്ച് 2 ദിവസം മുമ്പ് പറഞ്ഞല്ലേ, കിഫ്ബിക്ക് എന്താ കയ്യും കാലും ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ റോഡ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പം. കരുവന്നൂരിലത്തെ ആ സഹകരണ തട്ടിപ്പ് വന്നപ്പോ സുധാകരൻ എന്താ പറഞ്ഞത്? പാർട്ടിക്കത് ജനങ്ങളെ, പാർട്ടിക്കാരെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ? കായംകുളത്തിന് മത്സരിക്കില്ലെന്നും അവിടെ കാലുവാരികളാണെന്നും പറഞ്ഞ സുധാകരനല്ലേ? അതിനുശേഷം അദ്ദേഹം ചില പ്രത്യേക ഘട്ടങ്ങളിൽ പാർട്ടിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടപ്പോൾ ചില പ്രതികരണങ്ങൾ നമ്മുടെ കയ്യിലില്ലേ? ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ സുധാകരനെ പിണറായി വിജയൻ അക്കാലത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാപ്പി കൊടുത്തിട്ടാണ് തിരിച്ചു പറഞ്ഞയച്ചത്. അത് നമ്മൾ മറന്നിട്ടില്ല. ആ സുധാകരൻ ഇപ്പോഴും പാർട്ടി നേതാവാണ്. ഞാൻ ചോദിച്ച ചോദ്യം അതാണ്, എന്തുകൊണ്ടാണ് സുധാകരനെ ഭയക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നിലപാട് വെച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇത്രയും ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയ ആളോടുള്ള സമീപനം ഇങ്ങനെയാണോ? ഇന്ന് നാസർ പറഞ്ഞത് പോലീസ് കേസെടുത്തത് ശരിയായില്ലെന്നാ പറഞ്ഞത്, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. അതിന്റെ അർത്ഥം എന്താണ് ജയേന്ദ്ര? അങ്ങനെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശരിയായില്ലെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? അതിന്റെ അർത്ഥം സുധാകരൻ പറഞ്ഞത് ശരിയാണെന്നോ അതോ തെറ്റാണെന്നോ? എന്താ ഉദ്ദേശിക്കുന്ന പാർട്ടി ഇതിലെ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? സുധാകരൻ പറഞ്ഞത് ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് രണ്ടാമത് പറഞ്ഞത് ശരിയെന്ന്. ആദ്യം പറഞ്ഞത് കുട്ടികൾ പറഞ്ഞ പോലെ ആദ്യം പൂജ്യം എന്ന് പറയും. ആദ്യം പറഞ്ഞത് മാറ്റി കളഞ്ഞു, രണ്ടാമത് പറഞ്ഞെടുത്തു. ഇത് എന്തൊരു പാർട്ടിയാണിത്? എന്തൊരു രാഷ്ട്രീയമാണിത്? എന്തൊരു നയമില്ലായ്മയാണിത്? പാർട്ടി പറയണം സുധാകരൻ പറഞ്ഞ തെറ്റാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, സുധാകരനെതിരെ പാർട്ടി നടപടി വരുമെന്ന് പറയണം. രാജ്യ കമ്മിറ്റിയല്ലേ? എന്താണ് ഇത്രയും കാലമായിട്ട് സുധാകരൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന് ഇതിന്റെ പേരിൽ വലിച്ചെടുക്കണ്ട. എല്ലാ പാർട്ടികളും ഇങ്ങനെയാണെന്നൊന്നും പറയണ്ട. കോൺഗ്രസ് എന്തായാലും കള്ളവോട്ട് ചെയ്തിട്ട് അധികാരത്തിൽ വന്നിട്ടില്ല, അയാ സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ എല്ലായിടത്തും ഒരുപോലെ നടന്നിട്ടൊന്നും ഉണ്ടായില്ല. കാരണം അപ്പൊ അതേ പറഞ്ഞ അക്കാലത്തെ പത്രങ്ങൾ വായിച്ചാൽ മതി. കള്ളവോട്ട് ചെയ്തതിൽ കോൺഗ്രസിന്റെ UDF-ന്റെ ഒക്കെ അനുഭവങ്ങൾ പിടിയിലായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. പാർട്ടി തീരുമാനിച്ച കാര്യമാണ് ഇവിടെ ചർച്ച. അതായത് ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 1989 ഇങ്ങനെ സംഭവം നടന്നു എന്ന് പറയുന്ന പാർട്ടി നേതാവാണ്, അല്ലാതെ പുറത്താക്കപ്പെട്ട ആളല്ല പറയുന്നത്. ശ്രീമതി സ്മൃതി, ജയേന്ദ്രൻ പറയുന്ന എല്ലാ പാർട്ടികളും നമുക്ക് ഇതായിട്ട് പറയാം, എല്ലാ പാർട്ടികളിലൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം. പക്ഷെ പാർട്ടി ചെയ്തു എന്ന് പറഞ്ഞത് പാർട്ടി നേതാവ് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞോ? വേണ്ട, കോൺഗ്രസിന്റെ വിമത സ്വരമുള്ള ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്ന്? അവിടെയാണ് വിഷയം. ഇതിപ്പോ പ്രശ്നം എന്താ വെച്ചാല് പാർട്ടിയിലെ എന്തോ പാർട്ടി ഓഫീസിനെ കൂടി പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ പാർട്ടി ഓഫീസർ CPM-ന്റെ ഇന്നത്തെ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടല്ലേ അദ്ദേഹം സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് CPM-ന്റെ എക്കാലത്തെ ചില നയങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതെല്ലാം അറിയുന്ന കാര്യം, ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് അവർ പറയുന്നിടത്ത് കോൺഗ്രസ്സുകാരെ ബൂത്തിലിരിക്കാൻ അവർ സമ്മതിക്കാറില്ലല്ലോ.
ഇല്ലല്ലോ, സമ്മതിക്കാറില്ലല്ലോ. കണ്ണൂരൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ കുറിച്ച് ആ പാർട്ടിയിലെ നേതാവ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പം അത് വിശദീകരിച്ച് പാർട്ടി അനുഭാവികളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ആർക്കാണ്? പാർട്ടി സെക്രട്ടറിക്കല്ലേ. പാർട്ടി സെക്രട്ടറി ഇന്നത്തെ പത്രസമ്മേളനം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് അത് അദ്ദേഹത്തിന്റെ ആ പത്രസമ്മേളനം കേട്ടവർക്കറിയാം. അദ്ദേഹം പറഞ്ഞത് സുധാകരൻ തിരുത്തിയിട്ടുണ്ടല്ലോ, അദ്ദേഹം ശ്രദ്ധിച്ചു പറയേണ്ടതായിരുന്നു. ശ്രദ്ധിച്ചു പറയാൻ അർത്ഥം എന്താ? ഞാൻ ആദ്യം ചോദിച്ച പോലെ ഇത് പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഈ സംഭവം നടന്നിട്ടുണ്ടെന്ന് പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടി നേതാവായി സുധാകരൻ പറയുമ്പോൾ പാർട്ടി എന്ത് അച്ചടക്ക നടപടി എടുക്കുക? അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പാർട്ടിക്ക് ഇത് സുധാകരൻ പറഞ്ഞ തെറ്റാണ് നടപടി എടുക്കണ്ടേ? ഞാനതാ ചോദിക്കുന്നത്. ഒരു പാർട്ടി ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന ആ പാർട്ടിയുടെ ഏറ്റവും വിലപ്പെട്ട നേതാവ്, ഏറ്റവും ജനസമ്മതിയുള്ള നേതാവ്, അനുഭാവികൾ വിശ്വസിക്കുന്ന നേതാവ്, ഇതര ജനാധിപത്യ കക്ഷികളിലും വിശ്വാസം ഇപ്പോൾ ആർജിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് പാർട്ടിക്ക് മോശപ്പേരുണ്ടാക്കി എന്ന് വരുമ്പോൾ പാർട്ടി മിണ്ടാതിരിക്കുകയാണോ? അതാണ് ഞാൻ ചോദിച്ചത്. എന്താ ഭയം എന്ന് ചോദിച്ചത് അതുകൊണ്ടാ. ആ ഭയത്തിൽ ഉത്തരം പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്, അല്ലെ പാർട്ടിയുടെ മറ്റുള്ള നേതാക്കളാണ്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പോലും ഇന്ന് വളരെ ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജില്ലാ ഭരണാധികാരി എടുക്കുന്ന നടപടിയെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. അതിലെ തെളിവ് ഞാൻ പറഞ്ഞില്ല. ഇതിൽ തെളിവോ അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷനോ ശിക്ഷയോ ഒന്നും പ്രശ്നമില്ല. ഒരു നയം, ഒരു 38 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു നയം, അതിൽ സ്ഥാനാർത്ഥി ജീവിച്ചിരിപ്പുണ്ട്, അന്നത്തെ നേതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചുപോയത് അന്ന് ജയിച്ച വക്കം പുരുഷോത്തമൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ സ്ഥാനാർത്ഥിക്ക് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. അത്ഭുതം തോന്നിയെന്ന് വെച്ചാല് സ്ഥാനാർത്ഥിയുടെ നമുക്കറിയാമല്ലോ, ഇത്രയും വലിയൊരു പ്രസ്താവന വരുമ്പോൾ CPM ആയിട്ട് ഇന്നും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ദേവദാസ് മാഷ്. അപ്പൊ അദ്ദേഹം പറയുന്നതിൽ ഒരു പ്രസക്തമായ കാര്യം ഞാൻ കാണുന്നില്ല. കാരണം അദ്ദേഹം പറയൂ, സുധാകരൻ പറഞ്ഞ ശരിയാണെന്ന് അദ്ദേഹം പറയൂ. അതില്ല. ഇതില് പാർട്ടിയാണ് പറയേണ്ടത്. പാർട്ടി ഇതിലെ ഒരു അഴകുഴമ്പം നയം കളയണം. ഞാൻ ചോദിക്കുന്നതല്ല, സുധാകരൻ പാർട്ടി നേതാവല്ലേ ഇങ്ങനെ പറഞ്ഞത് എങ്കിൽ ആ നേതാവിനെതിരെ നടപടി ഉണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യമേ ഉള്ളൂ. അല്ല, ഇനിയുണ്ടാകുന്ന കാര്യങ്ങൾ സുധാകരൻ തന്നെ നേരിടണം എന്നുള്ള സൂചനയാണ് ഇപ്പോൾ MP ഗോവിന്ദൻ നൽകിയിരിക്കുന്നത്. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. അത് മാത്രമല്ല ഒറ്റ മിനിറ്റ്. അത് മാത്രമല്ല, ശ്രീ ബിനോയ് വിശ്വം എന്താ പറഞ്ഞത്? CPI സെക്രട്ടറി തെറ്റാരും ചെയ്യാനും പാടില്ലെന്നല്ലേ പറഞ്ഞേ. അപ്പൊ CPI ജില്ലാ സെക്രട്ടറി അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ലല്ലേ, അങ്ങനെ നടന്നിട്ടില്ല. 1987 എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണല്ലോ. അദ്ദേഹം പറഞ്ഞു അന്ന് അങ്ങനെ നടന്നിട്ടില്ലെന്നല്ലല്ലോ പറഞ്ഞേ. ആര്യതെല്ലാം തെറ്റാന്നല്ലേ അദ്ദേഹം പറഞ്ഞേ. അപ്പൊ അതിനർത്ഥം എന്താണ്? അപ്പൊ CPIക്ക് മനസ്സിലായിട്ടില്ല. ചുരുങ്ങിയത് ജയേന്ദ്ര ആ CPIയുടെ നേതാക്കളെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ പറ പാർട്ടി നേതാക്കളോട്. എന്നിട്ട് വേണം ജനങ്ങൾ. നിങ്ങൾ ഈ പറഞ്ഞ പാർട്ടി അണികളും വിശ്വസിക്കില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.